ഹായ് കൂട്ടുകാരെ, ക്രിയേറ്റീവ് പെറ്റൽസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ വേറൊരു ലെറ്റർ വെച്ചിട്ട് ആൽഫബറ്റ്സ്, ഇപ്പൊ നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആൽഫബറ്റ്സ് വെച്ചിട്ട് ഓരോ ആനിമൽസിന്റെ ഓരോ തിങ്സിന്റെ ഓരോ ചിത്രങ്ങള്, എളുപ്പമുള്ള ചിത്രങ്ങൾ വരയ്ക്കാം. ഓക്കെ, ഇന്ന് നമുക്ക് വേറൊരു ചിത്രം വരയ്ക്കാൻ പോവാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മള് വേറൊരു പടം വരച്ചു, 2-3 ചിത്രങ്ങളൊക്കെ വരച്ചു. അപ്പൊ നിങ്ങൾ എല്ലാവരും അതുപോലെ വരച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ക്രിയേറ്റീവ് പെറ്റൽസ്. ഓക്കെ, ഇനിയും നല്ല വീഡിയോകളായിട്ട് ഞങ്ങൾ വരും. ഇന്ന് നമ്മളപ്പോ പുതിയൊരു ചിത്രം വരയ്ക്കാൻ പോവാണ്. എന്റെ ഒപ്പം വരയ്ക്കണം. ഓക്കെ, ഞാൻ നിങ്ങളുടെ മനോജ് അങ്കിളാണ്. ഓക്കെ, എന്റെ ഒപ്പം വരയ്ക്കണം. നമുക്ക് വരയ്ക്കാൻ തുടങ്ങാം. ഇന്ന് എന്താ നമ്മൾ വരയ്ക്കാൻ പോണ? കാറ്റ്. എങ്ങനെ? കാറ്റിന്റെ ശബ്ദം എങ്ങനെ? അതാണോ അതോ ബൗ ബൗ ആണോ? ഉറപ്പാണോ? അപ്പൊ നമ്മള് കാറ്റിനെ വരയ്ക്കാൻ പോവാണ്. സി ഫോർ കാറ്റ്. ഓക്കെ, ആദ്യം നമുക്ക് എന്താ വേണ്ടത്? ലെറ്റർ സി എഴുതണം അല്ലേ? ലെറ്റർ സി എല്ലാവർക്കും അറിയാലോ എങ്ങനെ എഴുതാ, എങ്ങനെ വരയ്ക്കുക എന്നുള്ളത്. സി. ഓക്കെ, സി വരച്ചു. ഇനി നമ്മള് ഇതൊരു സർക്കിളാക്കി മാറ്റാൻ പോവാണ്. ഓക്കെ, എന്റെ ഒപ്പം വരയ്ക്കണം. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വരയ്ക്കാം. ഓക്കെ, ഞാനിപ്പോ സി ഒരു സർക്കിളാക്കി. ഇനി 2 കണ്ണുകൾ വരയ്ക്കാൻ പോവാണ്. ഓക്കെ, കണ്ണുകൾ വരച്ചു. നിങ്ങൾ വരച്ചില്ലേ? എളുപ്പമാണ്. ഒരു ചെറിയ കുഞ്ഞി സർക്കിൾ ഇട്ടിട്ട് അതിന്റെ ഉള്ളിൽ ഒരു സർക്കിൾ. ഓക്കെ, കുഞ്ഞി 2 പുരികം വരയ്ക്കുക. ഇനി ഒരു ട്രയാങ്കിൾ പോലെ വരയ്ക്കണേ, ട്രയാങ്കിൾ പോലെ. ഓക്കെ, ഇത് മൂക്ക്. ഇനി നമ്മള് ഇങ്ങനെ വരയ്ക്കണേ, ഡബ്ല്യു പോലെ വരച്ചു കഴിഞ്ഞാല് അതിന്റെ വായയായി. ഇനി നമുക്ക് താഴെ ഇങ്ങനെ ഒരു ഇത് വരയ്ക്കാം. ഓക്കെ, നമ്മള് വേറെ കാര്യം വരയ്ക്കാൻ മറന്നല്ലോ. എന്തായിരുന്നു അത്? ചെവി. അതെ, നമ്മള് ചെവി വരച്ചില്ല അല്ലെ? ചെവി വരക്കണം. നോക്കൂ, ചെവി വരച്ചു നമ്മള്. ഇനി ഒരു കാര്യം കൂടി ഉണ്ട്. എന്താ മുഖത്ത്? മീശ. അതെ, പൂച്ചയുടെ മീശ. മീശ വരക്കണ്ടേ? ഇപ്പോഴാണ് നമ്മളെ പൂച്ച അടിപൊളിയായി അല്ലേ? അടിപൊളി പൂച്ച. ഇനി നമുക്ക് തലമുടിയൊക്കെ വേണമെങ്കിൽ നല്ല സ്റ്റൈലില് തലമുടിയൊക്കെ വരയ്ക്കാം അല്ലേ? തലമുടിയൊക്കെ വരച്ച് ഇനി അതിന്റെ ഇപ്പൊ നിങ്ങൾ എത്രയും വരച്ചോ? എന്റെ ഒപ്പം വരച്ചു കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? എളുപ്പല്ലേ? വളരെ ഈസി ആയിട്ട് വരയ്ക്കാലോ. ഇനി നമുക്കൊരു ഇതാ നോക്കുന്ന ഞാൻ എന്താ ചെയ്യണ നോക്കൂ. ഇതാ ഇങ്ങനെ വരയ്ക്കും. അത് പൂച്ചയുടെ ബോഡി. ഓക്കെ, പൂച്ചയുടെ ബോഡി ഇങ്ങനെ വരയ്ക്കുക. അതും എളുപ്പത്തിൽ വരയ്ക്കാം. ഇനി നമുക്ക് ഈ പൂച്ച കണ്ട കാലാണ്. ഇങ്ങനെ 3 ലൈൻസ് ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, ഇതിങ്ങനെ കർവ് പോലെ ഇങ്ങനെ താഴെ കൊണ്ടുവന്ന് കണ്ട കണ്ട 3 ലൈൻസ്. ഈ പൂച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൂച്ച പൊതുവെ എങ്ങനെ പമ്മി നടക്കും അല്ലേ? എന്നിട്ട് പാലൊക്കെ കുടിക്കുന്ന ആൾക്കാരാണ് പൂച്ച. അപ്പൊ ഇത്തിരി കള്ളത്തരണ്ട്. ഈ പൂച്ച എന്ത് ചെയ്തിരിക്കുകയാണ്? പൂച്ച അതിന്റെ കയ്യിൽ എന്തോ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടാ, അറിയില്ല എന്താന്നുള്ളത്. അപ്പൊ നമ്മൾ അങ്ങനെ വരച്ചു. ഇനി നമുക്ക് പൂച്ചക്ക് ഇനി എന്താ ബാക്കിയുള്ളത്? എന്തോ ഒരു കുറവുണ്ടല്ലോ. എന്തായിരുന്നത്? എന്താ വരയ്ക്കാൻ ബാക്കി? കിട്ടുന്നില്ല. വാല് അല്ലേ?
നല്ല നീളത്തിലൊരു വാലും കൂടി വരച്ചു കഴിഞ്ഞാല് പൂച്ച റെഡി. കണ്ടോ, നമ്മള് സി ഫോർ കാറ്റ് വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനൊരു നമുക്ക് ഇങ്ങനൊക്കെ ഒരു അടിപൊളിയായിട്ട് ഇങ്ങനെയൊക്കെ വരയ്ക്കുകയൊക്കെ ചെയ്യാം. ഇങ്ങനെയൊക്കെ വരച്ചിട്ട് ഇതിന് കളറൊക്കെ കൊടുക്കാം. ഇനി നമുക്ക് ഈ പൂച്ച വരയ്ക്കുമ്പോ പൂച്ചയുടെ അപ്പുറമൊക്കെ എന്തെങ്കിലുമൊക്കെ വരയ്ക്കുകയൊക്കെ ചെയ്യാം. എന്നാൽ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും അല്ലെ കളറൊക്കെ ചെയ്യുമ്പോ. അതായത് ഇപ്പൊ നമുക്കൊരു പൂച്ച ഈ എന്താ പറയാ ഒരു കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുന്ന പോലെയൊക്കെ ആണെങ്കിൽ ഇതുണ്ടോ ഇങ്ങനെയൊക്കെ വരച്ചു കഴിഞ്ഞാല് നല്ല രസം ഉണ്ടാവും. കണ്ട, ഇങ്ങനെ നമുക്ക് പൂച്ച ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. ഒരു കുറ്റിക്കാട്ടിലാണ് കേട്ടാ. എലിയെ പിടിക്കാൻ പോവാന്ന് തോന്നുന്നു. ഓക്കെ, ഇങ്ങനെ വരയ്ക്കാം. ഇപ്പൊ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ? കാറ്റിന് ഇഷ്ടപ്പെട്ടോ? കാറ്റിന് ഇഷ്ടപ്പെട്ടു ഇല്ലേ? ഇനി നമുക്ക് കളറൊക്കെ കൊടുക്കാം കേട്ടോ. വേണമെങ്കിൽ ഇവിടെ ചെറിയൊരു കളറൊക്കെ ഇതൊക്കെ കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇഷ്ടപ്പെട്ട പോലെ കുഞ്ഞു കളറൊക്കെ കൊടുത്ത് കാറ്റിനെ അടിപൊളിയാക്കാം. അപ്പൊ നമ്മൾ ഇന്ന് വരച്ച സംഭവം എന്താ മറന്നോ ഇല്ല? സി ഫോർ കാറ്റ്. സി ഫോർ കാറ്റ് ആണ് വരച്ചത്. അപ്പൊ നിങ്ങക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് തോന്നുന്നു അല്ലേ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ ഇതുപോലെ ഇനിയും ഞങ്ങള് ഓരോ ആൽഫബറ്റ്സ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ വരയ്ക്കാവുന്ന ചിത്രങ്ങളായിട്ട് ഇനിയും വരും. അപ്പൊ നിങ്ങള് ക്രിയേറ്റീവ് പെറ്റൽസിലാണ് കാണുന്നത്. ഞാൻ നിങ്ങളുടെ മനോജ് അങ്കിൾ. പിന്നെ ഒരു കാര്യം മറക്കരുത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ട് ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ മാത്രം ഷെയർ ചെയ്താൽ മതി. ഫ്രണ്ട്സിന് നിങ്ങൾക്ക് തോന്നുകയാണ് ഇത് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നൊക്കെ തോന്നുകയാണ്, നിങ്ങളെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത്. അതുപോലെ ബെൽ ബട്ടൺ ഉണ്ട്, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നോട്ടിഫിക്കേഷൻ പുതിയ വീഡിയോസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഈസി ആയിട്ട് അറിയാൻ പറ്റും. അപ്പോ ഇന്ന് നമ്മൾ സി ഫോർ കാറ്റ് വരച്ചു. ഇനി വേറൊരു ചിത്രമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണുന്നവരെ ബൈ.